കോഴിക്കോട് അയ്യപ്പ ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 63ാമത് മാനാഞ്ചിറ അയ്യപ്പൻ വിളക്കുത്സവം നടന്നു. മുതലക്കുളത്തെ ശ്രീഭദ്രകാളി ക്ഷേത്ര പരിസരത്ത് നടന്ന അയ്യപ്പൻ വിളക്കുത്സവത്തിൽ 100 കണക്കിന് ഭക്തരാണ് എത്തിച്ചേർന്നത്. പ്രൗഢഗംഭീരമായ പാലക്കൊമ്പെഴുന്നള്ളിപ്പ് കാഴ്ചക്കാർക്ക് നവ്യാനുഭവമായി. ചെണ്ടമേളം, പഞ്ചവാദ്യം, കർപ്പൂരാഴി, 500-ലേറെ സ്ത്രീകൾ പങ്കെടുത്ത താലപ്പൊലി, ശരണകീർത്തനങ്ങൾ എന്നിവയോടെയായിരുന്നു പാലക്കൊമ്പെഴുന്നള്ളിപ്പ്. തളി മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിച്ച എഴുന്നള്ളിപ്പ് പാളയം, പൂതേരി, പാവമണ്ണി റോഡ്, മാനാഞ്ചിറ വഴി മുതലക്കുളത്തെ ശ്രീ ഭദ്രകാളി ക്ഷേത്ര സമീപത്തൊരുക്കിയ വിളക്കുപന്തലിലെത്തി. 100 കണക്കിന് ഭക്തന്മാരാണ് മാനാഞ്ചിറ അയ്യപ്പൻ വിളക്കുത്സവത്തിനായി എത്തിച്ചേർന്നത്. പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് അയ്യപ്പൻ വിളക്കുത്സവത്തിന്റെ ചടങ്ങുകൾ ആരംഭിച്ചത്. ശേഷം വിളക്കുപന്തലിൽ കോഴിക്കോട് സാമൂതിരി രാജ PK കേരളവർമ്മ രാജ അയ്യപ്പ ഭജന സംഘത്തിന്റെ പതാക ഉയർത്തി. നമ്മളെ സാമൂതിരിപ്പാട് കേരളവർമ്മ രാജയായിരുന്നു വന്നിട്ട് കൊടിയേറ്റം നടത്തിയത്. അത് കഴിഞ്ഞ് അങ്ങനെ വിളക്ക് കത്തിച്ചതിന് ശേഷം കൊടിയിരുത്തലുണ്ടായിരുന്നു. കാലത്ത് തന്നെ പൊതിയമ്പലത്തിൽ വെച്ചായിരുന്നു കലശം എഴുന്നള്ളിത്ത്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് അവിടുന്ന് കലശം താലപ്പൊലിയോടും കൂടി കലശം എഴുന്നള്ളിച്ച് നടന്ന് പിന്നെ പന്തലിലേക്ക് വന്ന് മെയിൻ ക്ഷേത്രങ്ങളിലേക്ക് കുടിയിരുത്തൽ നടത്തി. അയ്യപ്പൻ വിളക്കുത്സവത്തിന്റെ ഭാഗമായി ഇത്തവണയും ശിവപുരി മഹാദേവ ക്ഷേത്രത്തിൽ അന്നദാനവും നടത്തി. അമൃത ന്യൂസ്, കോഴിക്കോട്.